ഇഷ്ടമില്ലാത്തത് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഇഷ്ടമില്ലാത്തതൊക്കെ പറയാനുള്ള അവകാശമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തൃശൂരിന്റെ പൈതൃക കലാരൂപമായ പുലിക്കളിക്കെതിരെ നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നു. തൃശൂരിന്റെ സാംസ്കാരിക അടയാളമായ പുലിക്കളിയെ കലാവൈകൃതം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ശ്രീരാമൻ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. പുരുഷന്മാരുടെ ചാടിയ വയറും മാറുമെല്ലാം രൂപവൈകൃതമാണെന്നും ഇത്തരമൊരു ശരീരപ്രകൃതിയെ കലയ്ക്കായി ഉപയോഗിക്കുന്നത് ആഭാസമാണെന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. ലോകത്തൊരിടത്തും ഇത്തരമൊരു കലാവൈകൃതം കാണാൻ കഴിയില്ലെന്നും ഇതിന്റെ പ്രകടനം കാണുമ്പോൾ ഓക്കാനം വരുന്നുണ്ടെന്നും പുലിക്കളി ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകളോടെ പുലിക്കളി സംഘങ്ങൾ മടങ്ങിയെത്തിയ സമയത്താണ് ഈ വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത്. തൃശൂരിന്റെ വികാരമായ പുലിക്കളിയെയും അതിനു പിന്നിലെ കലാകാരന്മാരുടെ കഠിനാധ്വാനത്തെയും നന്നായി അറിയാവുന്ന ഒരാളിൽ നിന്ന് ഇത്തരമൊരു തരംതാണ പ്രതികരണമുണ്ടായത് തീർത്തും അപലപനീയമാണെന്നാണ് കലാസ്വാദകരുടെ പക്ഷം. സമൂഹമാധ്യമങ്ങളിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ കനക്കുമ്പോഴും സാംസ്കാരിക തനിമയെ അപമാനിച്ച സംഭവത്തിൽ ശ്രീരാമൻ പരസ്യമായ വിശദീകരണം നൽകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. പുലിക്കളി ഞാൻ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. പിന്നെ തുടർന്ന് കാണണമെന്ന് തോന്നിയിട്ടില്ല. മറ്റു പല കലകളും വീണ്ടും നമുക്ക് കാണണം, ആസ്വദിക്കണം എന്നൊക്കെ തോന്നാറുണ്ട്. ഇത് പ്രധാനമായിട്ടും എന്നെ അതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ തക്ക തരത്തിൽ പ്രദർശിപ്പിക്കുന്ന ഒരു സംഗതി, ഭീകരമായിട്ടുള്ള ഈ വയറ് ഉള്ള ആൾക്കാരുടെ വയറിന്റെ മുകളിൽ പുലിയുടെ തലയൊക്കെ വരച്ചു വെച്ച് അത് ചലിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഒട്ടും ഒരു ആകർഷണമായിട്ടുള്ള ഒരു കലയായിട്ട് തോന്നില്ല. ഇപ്പൊ പുലി എന്ന് പറയുമ്പോൾ വളരെ ചടുലമായിട്ടുള്ള ചലനങ്ങളുള്ള ഒരു ജീവിയാണ്. അപ്പൊ അതിന്റെ കളി ഒക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് ഏതാണ്ട് വളരെ മന്ദഗതിയിലുള്ള ആൾക്കാര്, അത് നടക്കാൻ വയ്യാത്ത പോലെ തോന്നുന്ന തരത്തിലുള്ള ആൾക്കാര്, അത് അതിന്റെ വയറ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വസ്തു, ഒരവയവം, ഈ പുലിയുടെ മുഖമൊക്കെ വരച്ച് പെയിന്റൊക്കെ അടിച്ച്, എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മനുഷ്യർക്കുണ്ടാവും. ആസ്വദിക്കുന്ന ആൾക്കാരുണ്ടാവും, അതിലൊന്നും വിരോധമില്ല. എന്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാനത് വേറെ തരത്തിലല്ല പറഞ്ഞത്. മൈ ഒപ്പീനിയൻ. അത് വലിയ ഒരു ആ കാഴ്ച ഒരിക്കലും ഒരു കല ആസ്വദിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു നൃത്തരൂപം ആസ്വദിക്കുന്ന പോലെ എനിക്ക് പറ്റിയിട്ടില്ല. പല നാടൻ കലകളും നമ്മൾ കാണാറുണ്ട്, കാണാൻ പോകാറുണ്ട്, നാടൻ പാട്ടുകളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോ നമുക്ക് ഇഷ്ടമില്ലാത്തത് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഇഷ്ടമില്ലാത്തതൊക്കെ പറയാനുള്ള അവകാശമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാണല്ലോ. അല്ലാതെ ഇന്നതേ പറയാൻ പാടുള്ളൂ, ഇന്നതേ അല്ല, അതിന് എല്ലാവരും പറയണത് ഞാനും പറഞ്ഞോളണം എന്നുള്ള ഒരു വാശി ആർക്കും പാടില്ല. എന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അത് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അത്ര തന്നെ അതിനെ പറ്റിയിട്ട് പറയാനുള്ളൂ.